99,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു GT തന്നാലോ? അതിന് മുൻപ് നമ്മളെ ഓണൊക്കെ ആയതുകൊണ്ട് നമ്മളെ വീഡിയോ എടുക്കണ വീട്ടിലെ ചേച്ചി അത്തപ്പൂവൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചുക്കണം. അപ്പോൾ ഇനി എന്താ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സദ്യ ഉണ്ടാവും, നല്ല പായസവും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സദ്യ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ മാലിക് ഗ്യാരേജ് ആൻഡ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറേ നീട്ടിക്കാണ്ട് കുറേ വലിച്ചു നീട്ടണില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഒരു GT, ഒരു റോയൽ എൻഫീൽഡിൻ്റെ GT, ഒരു വണ്ടി ഭ്രാന്തന്മാരുടെ ലീസ്റ്റിലുള്ളതായിരിക്കും ഒരു GT ഒക്കെ സ്വന്തമാക്കണമെന്ന്. ചിലപ്പോൾ നമ്മളെ ബഡ്ജറ്റായിരിക്കും. നമ്മൾ ഇതേമാതിരി കുറേ ആഗ്രഹിച്ച് നടന്ന ആൾ തന്നെയാണ്, ഒരുപാട് വണ്ടികൾ ആഗ്രഹിച്ച് നടന്നത് തന്നെയാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് വണ്ടികൾ ഉപയോഗിക്കാൻ കിട്ടായോ ഓടിക്കാൻ കിട്ടാത്തൊന്നും ഉണ്ടായില്ല. അന്ന് ഓടിക്കാൻ പോലും കിട്ടാത്ത അല്ലെങ്കിൽ ഒന്ന് കയറാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ, എന്തായാലും എല്ലാവരുടെ ആഗ്രഹമായിരിക്കും ഒരു GT സ്വന്തമാക്കണമെന്ന്. അപ്പോൾ ബഡ്ജറ്റായിരിക്കും പ്രശ്നം. ഏറ്റവും കുറഞ്ഞതൊരു 2-2.5 ലക്ഷം രൂപേൻ്റെ മേലേക്ക് കൊടുക്കണം ഒരു GT സ്വന്തമാക്കാൻ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ജനറേഷനിൽ ഇറങ്ങിയ GT ഒരു 535 cc വരുന്ന നമ്മളടുത്തൊരു GT സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2014 മോഡലാണ്. 33,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. മാർക്കറ്റിൽ ഏകദേശം 1,30,000 1,40,000 ഒക്കെ ഒരു ആളുകൾ ചോദിക്കുന്ന ഒരു വണ്ടിയാണ്. ഇതിന് കുറേ ഫാൻ ബോയ്സ് ഉള്ള ഒരു വണ്ടിയും കൂടിയാണ് കേട്ടോ. ഇതിൻ്റെതായിട്ടുള്ള ഒരു തെലുങ്ക് പടത്തിലൊക്കെ ഭയങ്കര സംഭവം ഇങ്ങോട്ട് ആ പാട്ടിലൊക്കെ ഞാൻ പാട്ടിൻ്റെ ഭാഗം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ ആ സിനിമയിൽ നടനും നടിയൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് പോയാണ്ട് സ്ലോ മോഷനിൽ ഇറങ്ങണൊക്കെ ഒരു വണ്ടിയാണ്. അന്നൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ആഗ്രഹിച്ചിരുന്നു, ഓട്ടണമെന്നും മേടിച്ചണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു GT വേണ്ടവർക്ക് ഒരു GT ആയിട്ടാട്ടെ നമ്മൾ വന്നിരിക്കണേ. വെറും 99,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ചെറിയൊരു GT സ്വന്തമാക്കാം. വലിയൊരു ഇപ്പോൾ ചിലപ്പോൾ നമുക്കൊരു പുതിയ മോഡൽ ഇറങ്ങിയ 2019 ശേഷം ഇറങ്ങിയ GT ചിലപ്പോൾ നമുക്കിപ്പോൾ എടുത്തോ കഴിഞ്ഞോളണമെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ പറയുക, ചെറുതിൽ നിന്നല്ലേ വലുതിലേക്ക് പോവുക. അപ്പോൾ ആദ്യം ആഗ്രഹം സാക്ഷാത്കരിക്കുക എന്ന് പറയുന്ന പോലെ നമ്മൾ ഫസ്റ്റ് ജനറേഷനിൽ ഇറങ്ങിയ GT എടുത്തിങ്ങാണ്ട് നമ്മൾ ആഗ്രഹം സാധിക്കുക. പിന്നെ നമ്മളിങ്ങനെ വളരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആഗ്രഹം വലുതാക്കി കൊണ്ടുവരിക. അപ്പോൾ കുറഞ്ഞ പൈസക്ക് ഒരു GT വേണ്ടവർ വേഗം വന്നോളി. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 60% ഫ്രണ്ട് ടയറുണ്ട്. ബോഡി ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇല്ല. 2014 മോഡലാണ്. 14 മോഡലിനെ അപേക്ഷിച്ചുകൊണ്ട് വണ്ടി അത്യാവശ്യം ക്വാളിറ്റി നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻജിൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജറായിട്ടുള്ള കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ എപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ്. ചെറിയ എന്തെങ്കിലുമൊക്കെ പണി നമ്മളെ കയ്യിൽ നമ്മളെ വണ്ടി ഒതുങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില്ലറ പണികളൊക്കെ നമ്മൾ കാണേണ്ടി വരും. അതുപോലെ തന്നെ ഇനി ബാക്ക് ടയറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ടയർ ഏകദേശം ഒരു 50% ഉണ്ട്. വേറെ ഇനിയിപ്പോൾ എടുത്ത് പറയേണ്ട കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വണ്ടികളും അപ്പോൾ ഓണൊക്കെ അല്ലേ, അത് പറയാൻ മറന്നു. എല്ലാവർക്കും നമ്മളെ ഓണാശംസകൾ. അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, അതുപോലെ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്. ഇങ്ങനെയുള്ള ഓഫർ പ്രൈസിലുള്ള വണ്ടികളും ഓഫർ പ്രൈസിലുള്ള നിങ്ങൾക്ക് ഉപകാരമൊക്കെ ഇടുന്ന വീഡിയോ ആയിട്ടായിരിക്കും നിങ്ങളെ മുന്നിൽ വരിക. അപ്പോൾ കാറുകളായിട്ടും ബൈക്കുകളായിട്ടും ഇനി ഒരു വിമാനമോ ഹെലികോപ്റ്ററോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൂടെ നമ്മൾ ഇറക്കിങ്ങാണ്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. നമുക്ക് കിട്ടായിട്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ആയിട്ട് തമാശ പറയുന്നത് കേട്ടോ, വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഷോപ്പ് എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് ചിലർ ചോദിക്കാറുണ്ട്. നമ്മളെ കരുവാരകുണ്ട്, മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് ചേറുമ്പ് ഇക്കോ വില്ലേജിനടുത്താണ്. നമ്മളെ മഞ്ചേരിയിൽ നിന്ന് 30 കിലോമീറ്റർ, പെരിന്തൽമണ്ണ നിന്ന് 24 കിലോമീറ്റർ, നിലമ്പൂരിൽ നിന്ന് 29 കിലോമീറ്റർ, മണ്ണാർക്കാട് പാലക്കാട് ജില്ല അറിയുന്ന മണ്ണാർക്കാട് നിന്ന് ഏകദേശം 30 കിലോമീറ്റർ, എല്ലാത്തിൻ്റെയും സെൻറ്ററിലാണ് നമ്മൾ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് അവർ പ്രോമിസ്.